നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ് നടപടി. നാളെ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്താനിരിക്കെ ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നെൽപ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം. അതിക്രമത്തിലെ മുഖ്യ ആസൂത്രകൻ ലളിത്സായെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ ദർശനം നടത്തിയത് 90,000-ലേറെ പേർ. തിരക്ക് നിയന്ത്രണത്തിലെ ഹർജി ഹൈക്കോടതിയിൽ. നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നു. മുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളെ എത്തിച്ചു. മുടക്കൊല്ലിയിലെ നിരോധനാജ്ഞ നീട്ടി. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയുടെ സത്യപ്രതിജ്ഞ 11 മണിക്ക്. ദിയാകുമാരിയും പ്രേംചന്ദ് ഭൈരവയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും. പുരസ്കാര പ്രഖ്യാപനം കാത്ത ചലച്ചിത്ര പ്രേമികൾ. Typical of Diamantakos, then the shift, and with his left, and full time. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. പഞ്ചാബ് FC-യെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കെയാണ് പോലീസ് നടപടി. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനമെടുത്തതും. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിനോദ്, എന്തായാലും നേരത്തെ ഈ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിനിടയിൽ തന്നെ SFI വ്യക്തമാക്കിയിരുന്നു ഗവർണറെ, ചാൻസലറെ ഇനി ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന. ആ വെല്ലുവിളി ഏറ്റെടുത്തതുപോലെ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഞാൻ കാലിക്കറ്റ് എത്തുന്നുണ്ട്, 3 ദിവസം സർവകലാശാലയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതുമാണ്. നിലവിൽ പോലീസ് സുരക്ഷ കൂട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഒരു സാഹചര്യം? രഞ്ജിനി, ഗവർണർക്കുള്ള സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ തിരുവനന്തപുരത്ത് ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധം ഒരു യാത്രയിൽ തന്നെ 3 രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള ആ യാത്രക്കിടെ 3 സ്ഥലങ്ങളിലാണ് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. മാത്രവുമല്ല, തുടർന്നുള്ള നടപടികൾ ഇപ്പോഴും SFI പ്രവർത്തകർ റിമാൻഡിൽ തുടരുകയാണ്. കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7 പേരിൽ 6 പേർക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അവർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. IPC 124 വകുപ്പ്, അത് സ്റ്റേറ്റിനെതിരായ കുറ്റം എന്ന നിലയ്ക്കാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. രാഷ്ട്രപതി, ഗവർണർമാർ എന്നിവർക്കെതിരെയുള്ള ആക്രമണം എന്ന നിലയ്ക്കാണ് ആ വകുപ്പ് എടുത്തിട്ടുള്ളത്. അവർക്കെതിരെ ആക്രമണം അല്ലെങ്കിൽ പ്രതിഷേധമോ ഉണ്ടാകുമ്പോൾ ചുമത്തുന്ന വകുപ്പാണ് പ്രധാനമായും. ആ വകുപ്പ് ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. മറ്റൊന്ന് PDPP ആക്ട് ആണ്. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള വകുപ്പാണ് ചുമത്തിയത്. ഗവർണറുടെ വാഹനത്തിൽ അടിച്ചു എന്നതാണ് അതിന് ആധാരമായ സംഭവമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായിരുന്നാലും ഈ ഗവർണറുടെ കോഴിക്കോട് യാത്ര വലിയ സുരക്ഷിതത്വമുള്ള ഒരു കാര്യമാക്കി തന്നെയാണ് പോലീസ് കാണുന്നത്. കൂടുതൽ പോലീസ് സേനയെ അവിടെ വിന്യസിക്കും. ക്യാമ്പസിനുള്ളിൽ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനുള്ള ഒരു തീരുമാനമാണ്. ക്യാമ്പസിനുള്ളിൽ തന്നെ കഴിയാനുള്ള ഗവർണറുടെ തീരുമാനം. ക്യാമ്പസിനുള്ളിൽ കാവലിൽ കുത്തിക്കില്ല എന്ന നിലപാടിലാണ് SFI ഉള്ളത്. അദ്ദേഹം നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് മുറി ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കുക എന്ന നിലയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. SFI ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. SFI നേതൃത്വം പറയുന്നത് ഗവർണറെ ആക്രമിക്കുക എന്നതല്ല, മറിച്ച് ഈ കാവ്യവൽക്കരണം അവർ ആരോപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കരിങ്കൊടി പ്രതിഷേധങ്ങളും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും സാധാരണ നിലയിലുള്ള പ്രതിഷേധ രീതികൾ അത് തുടരും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടും ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പക്ഷെ ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് പോയോ ഉള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കില്ല എന്ന നിലയ്ക്കാണ് നേതൃത്വം ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഗവർണർ ഈ തിരുവനന്തപുരത്തുണ്ടായതുപോലെ അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി പ്രതികരിക്കുമോ എന്ന നിലയ്ക്കാണ് SFI പ്രവർത്തകരുടെ അടുത്തേക്ക് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. Z+ കാറ്റഗറി ഉള്ള സുരക്ഷ ഉള്ള വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ പാലിക്കേണ്ട ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും എല്ലാം ഒരേ തരത്തിലുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളാണുള്ളത്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായാൽ അത് വൈകാരികമായി കാണുകയും അവിടെ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും 3 ദിവസം 16, 17, 18 തീയതികളിൽ അവിടെ ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ തന്നെ പരിപാടിയിലും പങ്കെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ നൽകിയിരുന്ന റൂട്ട് മാറ്റി പോലീസിന് നൽകിയിട്ടുണ്ട്. രാജ്ഭവനാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇതിനകം തന്നെയുണ്ട്. പ്രതിഷേധങ്ങൾ തുടരും എന്ന നിലയ്ക്ക് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് ഇത് സംബന്ധിച്ച വിവരം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് തിരുവനന്തപുരത്ത് സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. അപ്രതീക്ഷിതമായി SFI പ്രവർത്തകർ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു എന്ന ഒരു കാര്യമാണ്. വിനോദ്, എന്തായാലും ഗവർണർ ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടി വരും. 3 ദിവസം അങ്ങനെ ക്യാമ്പസിനുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണോ കാണുന്നത്? അങ്ങനെ വരുമ്പോൾ ക്യാമ്പസിനകത്ത് അത്രത്തോളം സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇവിടെ SFIയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാഹനത്തിനോട് അടുത്ത് വരെ എത്തിയ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് SFI കടക്കാനുള്ള സാധ്യതയും എത്രമാത്രമാണ് ഇത്രയധികം വിമർശനവും വിവാദവും ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ? തീർച്ചയായും SFI അവരുടെ പ്രതിഷേധം തുടരുമെന്നത് ഉറപ്പാണ്. കാരണം ഈ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലുള്ള നിലപാടുകൾ, ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരുമായി ബന്ധപ്പെട്ട് ഉയർന്ന എതിർപ്പ്, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SFI അവരുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് ഉറപ്പാണ്. SFI ഒരു ചുവടുകൂടി കടത്തിപ്പറഞ്ഞത് ക്യാമ്പസിനുള്ളിൽ കാലുകുത്തിക്കില്ല എന്ന നിലയിലാണ്. പക്ഷേ ഗവർണർ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പോലീസിനെ സംബന്ധിച്ചാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. കാരണം ഗവർണർക്ക് വലിയ സുരക്ഷ നൽകേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. SFI മറ്റൊരു കാര്യം നേരത്തെ തന്നെ ആർഷ ഉൾപ്പെടെ SFIയുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, അദ്ദേഹത്തെ കായികമായി ആക്രമിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിക്കുക അങ്ങനെയുള്ള ഒരു സമര രീതിയല്ല. ഈ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരുക, ആ പ്രതിഷേധം അവർ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള രീതിയിലായിരിക്കില്ല, മറിച്ച് അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുക എന്നത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇപ്പോഴത്തെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ നിലയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് SFI നേതൃത്വം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ ആകട്ടെ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. സർക്കാർ ഗസ്റ്റ് ഹൗസ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്, അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ താമസിക്കാനുള്ള തീരുമാനം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളുണ്ട്. ഗവർണർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നേരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന നിലയ്ക്ക്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ സുരക്ഷ നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കോഴിക്കോട് സ്വാഭാവികമായും ആ നിലയ്ക്ക് ഗവർണർക്ക് സുരക്ഷ നൽകേണ്ടി വരും. മറ്റൊരു കാര്യം, ഗവർണർ ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായാൽ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നീക്കം അല്ലെങ്കിൽ നടപടി എന്താകും? അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായതുപോലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമോ? SFIക്കാരുടെ അടുത്തേക്ക് പോകാനുള്ള അദ്ദേഹം ഈ ഒരു വിഷയം അങ്ങനെ തന്നെ നമ്മൾ പറയണം, കുറച്ച് വൈകാരികമായി കാണുകയും SFIക്കാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അതെല്ലാം വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് സുരക്ഷ നൽകുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കോഴിക്കോട് എത്തുന്ന ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസും ഉള്ളത്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാർലമെന്റ് അതിക്രമ കേസിൽ മുഖ്യ ആസൂത്രകൻ ലളിത് ഷായെ ചോദ്യം ചെയ്യുന്നു. ലളിത് ഷായിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഡൽഹി സ്പെഷ്യൽ സെൽ കരുതുന്നത്. അതേസമയം പ്രതികളുടെ ഫോൺ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങി. അറസ്റ്റിലായ 4 പേരുടെയും ഫോണുകൾ ലളിത് ഷായാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച സൂചന. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിനി, പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മുഖ്യ ആസൂത്രകനായ ലളിത് ഷായെ കസ്റ്റഡിയിലെടുത്തത്. അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് ഡൽഹി സ്പെഷ്യൽ സെൽ കരുതുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തും. ഇയാൾ നാഗൂറിൽ, അതായത് ഈ പാർലമെന്റ് അതിക്രമം നടക്കുമ്പോൾ ഇയാൾ പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു. ഇയാൾ തന്നെയായിരുന്നു, ഈ ലളിത് ഷാ തന്നെയായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുകയും
മറ്റും ചെയ്തത്. അതിനുശേഷം ഇയാൾ നഗൂറിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളെയും ഇപ്പോൾ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെയും ചോദ്യം ചെയ്ത് വരികയാണ്. തുടർന്ന് ഇവർ കസ്റ്റഡിയിൽ പോലീസിന്റെ അന്വേഷണം വലിയ തോതിൽ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഇയാൾ ലളിത പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇയാൾ എത്തിയത് എന്നാണ് പറയുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോൾ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ 4 അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോണുകൾ ലഭിച്ചാൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളുമായോ തീവ്രവാദി ഗ്രൂപ്പുകളുമായോ ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 4 ഫോണുകളും സൂക്ഷിച്ചിരിക്കുന്നത് നിലവിൽ ലളിതയാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതേസമയം തെളിവെടുപ്പിനുള്ള സാഹചര്യങ്ങളും പോലീസ് ആരായുന്നുണ്ട്. ഏതായാലും തെളിവെടുപ്പ് നടത്തും. ഈ പുക ആക്രമണം ഒന്ന് പുനഃസൃഷ്ടിക്കാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. രഞ്ജിനി. ശരി. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമായേക്കും. പ്രതിഷേധിച്ച എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയും പ്രതിപക്ഷം ഉന്നയിക്കും. ലോക്സഭയിൽ 13 പേരെയും രാജ്യസഭയിൽ ഒരാളെയുമാണ് സസ്പെൻഡ് ചെയ്തത്. വിഷയത്തിൽ വീഴ്ച സംബന്ധിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ചു. ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. പാർലമെന്റിൽ നിന്നും പുറത്താക്കിയതിനെതിരായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും SV ഭാട്ടിയും അടങ്ങുന്ന സുപ്രീംകോടതി ബെഞ്ച് ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന മൊയ്ത്രയുടെ അപേക്ഷ പരിഗണിക്കും. തനിക്കെതിരായ ഹാഷ്കോർ ക്വാറി ആരോപണങ്ങൾ പരിശോധിച്ച പാർലമെന്ററി എത്തിക്സ് കമ്മിറ്റി എല്ലാ നിയമങ്ങളും ലംഘിച്ച് തന്നെ പുറത്താക്കാൻ ശുപാർശ ചെയ്തുവെന്ന് മൊയ്ത്ര ആരോപിച്ചിരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദിയാകുമാരിയും പ്രേംചന്ദ് ഭൈരവയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും. 33 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും ഒരാൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാകുന്നത്. തിങ്കളാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഇടവേള. ഒരു പെയിന്റിൽ ഡബിൾ. ശബരിമലയിൽ നിയന്ത്രണ വിധേയമായി തിരക്ക്. 92,222 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. അനുമോദ്, എങ്ങനെയാണ് സന്നിധാനത്ത് കാര്യങ്ങൾ? എല്ലാം നിയന്ത്രണ വിധേയമല്ലേ നിലവിൽ? ശബരിമല സന്നിധാനത്ത് തിരക്കുണ്ട്, പക്ഷേ നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 92,222 പേരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. അതിന് മുൻപത്തെ ദിവസം 93,000 ഇത്രയും അധികം ആളുകൾ വരുമ്പോഴും അതിന് മുൻപ് ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ട് അയ്യപ്പന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. പമ്പ മുതൽ സന്നിധാനം വരെ പല ഘട്ടങ്ങളിലും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ 5-6 മണിക്കൂർ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പമ്പയിലെത്താൻ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയേണ്ടതുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ 60-നും 70-നും ഇടയിൽ അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റി വിടുന്നതുകൊണ്ട് വലിയ ഒരു തടസ്സമില്ലാതെ തന്നെ അയ്യപ്പന്മാർക്ക് ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വിർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ എണ്ണം ഇന്നും 80,000-ന് മുകളിലാണ്. കഴിഞ്ഞ ദിവസം 78,000 ആ 78,000 ബുക്ക് ചെയ്ത സ്ഥാനത്താണ് 93,000-92,000 അയ്യപ്പന്മാർ കഴിഞ്ഞ ദിവസം എത്തിയത്. ഇന്നും അതേ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. 81,000-ന് മുകളിൽ വിർച്വൽ ക്യൂ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 90,000-ലധികം അയ്യപ്പന്മാർ ഇന്നും സന്നിധാനത്ത് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂടൽ തന്നെയാണ് അധികൃതർക്ക് ഉള്ളത്. എന്തിനാണെങ്കിലും നിലവിൽ മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടുകൾ മാറി എന്നുള്ളത് ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ സ്വാഭാവികമായിട്ടും തിരക്ക് ഉണ്ട്. അല്പസമയം കാത്തു നിൽക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. സുമേഷ് പുറാഴയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗുകളെ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് പോലീസ് ദേവസ്വം ബെഞ്ചിനെ അറിയിക്കും. പോലീസ് നിയന്ത്രണങ്ങളെ സംബന്ധിച്ചും സർക്കാർ വിശദീകരിക്കും. പമ്പയിലും സന്നിധാനത്തെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ഇന്ന് തൽസ്ഥിതി റിപ്പോർട്ട് നൽകും.
ശബരി സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. MGR ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും കോട്ടയത്തേക്കും തിരിച്ചുമാണ് ട്രെയിൻ. ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്ക് ചെയർകാറിന് 1640 രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസിന് 3300 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. കാട്ട്പാടി, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം നോർത്ത് എന്നിവയാണ് മറ്റ് സ്റ്റോപ്പുകൾ. രാവിലെ 4:30 ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഉച്ചയ്ക്ക് 12 പാലക്കാടും വൈകിട്ട് 4:15 കോട്ടയത്തും എത്തും. കോട്ടയത്ത് നിന്നും രാവിലെ 4:40 പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:15 ചെന്നൈയിലെത്തും. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. വനംവകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള WWL45 എന്ന ആൺകടുവയാണ് പ്രതീഷിന്റെ ജീവനെടുത്തത് എന്ന് വ്യക്തമായതോടെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും തെരച്ചിലിനായി 2 കുങ്കിയാനകളെ എത്തിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ സക്കറിയയും വാഗേരിയിലുണ്ട്. പൂതാടി പഞ്ചായത്തിലെ മൂടക്കൊല്ലിയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഡിസംബർ 19 വരെ നീട്ടി. നവകേരള സദസ്സിന്റെ ആലപ്പുഴ ജില്ലയിലെ 2ാം ദിനമായി ഇന്ന് 5 പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ പ്രഭാത യോഗവും തുടർന്ന് പത്രസമ്മേളനവും നടക്കും. മറ്റ് ജില്ലകളിലേതുപോലെ തന്നെ ആലപ്പുഴയിലും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കിടയിലാണ് സദസ്സ് മുന്നോട്ടു പോകുന്നത്. 11 SDV സ്കൂൾ ഗ്രൗണ്ടിൽ ആലപ്പുഴ മണ്ഡലത്തിലെ സദസ്സ് നടക്കും. പകൽ 3 മണിക്ക് കപ്പക്കട ഈസ്റ്റ് വെനീസ് മൈതാനത്താണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ സദസ്സ്. വൈകിട്ട് 4:30 നെടുമുടി ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമുള്ള വേദിയിൽ കുട്ടനാട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഹരിപ്പാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിനായി ഹരിപ്പാട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ 6 മണിയോടെ മുഖ്യമന്ത്രി എത്തിച്ചേരും. ഇന്നലെ അരൂർ മണ്ഡലത്തിലെ 7216 ചേർത്തലയിൽ 6965 നിവേദനങ്ങളും ലഭിച്ചിരുന്നു. നേരത്തെ തീരുമാനിച്ച പ്ലാൻ മാറ്റിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭാ അംഗങ്ങൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചത്. നവകേരള സദസ്സിന്റെ ബസ്സിലിരുന്നു കൊണ്ട് ജങ്കാറിൽ കായൽ കടക്കാനായിരുന്നു തീരുമാനം. പലതവണ ട്രയൽ റൺ നടത്തിയെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവാക്കിയത്. ഈ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിനു മുന്നോടിയായി പലതവണ പലതരത്തിലുള്ള ബസ്സുകൾ കയറ്റി ദിവസങ്ങൾക്ക് മുന്നേ സുരക്ഷാ പരിശോധന നടത്തി. എല്ലാം വിജയമായിരുന്നു. ഒടുവിൽ നവകേരള ബസ് തന്നെ ജങ്കാറിൽ കയറ്റി നോക്കി. പക്ഷേ അവസാന നിമിഷം സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി ജങ്കാറിൽ ബസ് മാത്രമായി ആദ്യം കായൽ കടന്നു. ജങ്കാറ യാത്ര ഒഴിവാക്കിയതോടെ സോളാർ ബോട്ടിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്ക് യാത്ര ചെയ്തത്. ജലഗതാഗത വകുപ്പിന്റെ ആദിത്യ സോളാർ ബോട്ടിലായിരുന്നു യാത്ര. ബോട്ടിനു ചുറ്റും ഡൈവർമാരടങ്ങുന്ന പല സംഘങ്ങൾ സുരക്ഷ ഒരുക്കി. മുഖ്യമന്ത്രിയുടെ ജങ്കാർ യാത്ര പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ ബോട്ട് ജെട്ടിയിൽ കാത്തുനിന്നിരുന്നു. ന്യൂസ് 18 കോട്ടയം. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് കേസിൽ സംസ്ഥാന വ്യാപക അന്വേഷണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നിർദ്ദേശം നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പോലീസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. സംസ്ഥാന വ്യാപകമായി വിശദമായ അന്വേഷണം വേണമെന്ന റിപ്പോർട്ടിന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. കൂടുതൽ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന പരാതിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്കാകും തുടർ നടപടികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും ജയം. പഞ്ചാബ് FCയെ എതിരില്ലാത്ത 1 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തകർത്തത്. 51-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് ഡിമിട്രിയോസ് വിജയ ഗോൾ നേടി. ഇരു ടീമിനും നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും അത് മുതലെടുക്കാൻ ഇരു ടീമിനും സാധിച്ചില്ല. ജയത്തോടെ 20 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്താണ്.
ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി